ഹായ്, എല്ലാവർക്കും അവർ ജേണി വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാര്യം പറയാണ്ട് എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. അപ്പൊ നമ്മള് വീക്കെൻഡ് ആയിട്ട് ഞങ്ങള് ഇന്ന് മൂസാന്റെ വരെ സുൽത്താനത്ത് ഓഫ് ഒമാൻ, അതായത് നമ്മുടെ റാസൽഖൈമയുടെ അടുത്തുള്ള ഒരു ബോർഡറാണ് മുസാണ്ടം. ഇന്ന് കുറെ ദിവസമായി നിങ്ങൾ അവിടേക്ക് പോകണം വിചാരിക്കുന്നു. പിന്നെ ദിവസം കണ്ടെത്തി അല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്ന് ഒമാൻ വരെ പോയിട്ട് വരാം. ബാക്കി വിശേഷങ്ങൾക്ക് വഴിയെ പറയാം. ആൽദാര ബോർഡർ ക്രോസിങ്ങിന്റെ അവിടെ നിന്ന് മുസാണ്ടത്തേക്ക് 14 കിലോമീറ്റർ ഉള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒമാന്റെ ബോർഡറിലേക്ക് കയറി. പാസ്പോർട്ട് രണ്ടും അടിച്ചു, വിസ അടിച്ചു. വിസ വേണ്ട, UAE റിസൾട്ട്സിന് വിസ വേണ്ട കേട്ടോ. നമ്മൾ UAE റിസൾട്ട്സിന് ഒമാനിൽ പോകണമെങ്കിൽ വീണ്ടും എടുത്ത് പറയാണ് വിസ വേണ്ട, ഫ്രീ എൻട്രിയാണ്. ഞാൻ രണ്ടാളവിടെ ജസ്റ്റ് സ്റ്റാമ്പ് ചെയ്യണം. കുറച്ച് പ്രൊസീജിയറിനാണ് സ്റ്റാമ്പ് ചെയ്തു, ഫോമൊക്കെ ഫില്ല് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാകാൻ പോവാണ്. നമ്മൾ UAE റിസൾട്ട്സിന് ദുബായിൽ നിന്ന് ഒമാൻ ബോർഡറിലേക്ക് ഔട്ടാകുമ്പോൾ UAE നിന്ന് ഔട്ടാകുമ്പോൾ ഒരു 35 ദർഹം വെച്ച് അടയ്ക്കണം പെർ ഹെഡ്. അത് മാത്രമല്ല അതിൻ്റെ പ്രൊസീജിയറുള്ള. ഞങ്ങൾ ബാക്കി വിശേഷങ്ങളുടെ ഉള്ളിൽ കയറിയ ശേഷം പറയാം. തിരക്ക് വളരെ കുറവാണ്, എനിക്ക് തോന്നുന്നു നാളെ തിരക്കുണ്ട് അല്ലേ? വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കണം. വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കണം, മുലിക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയാണ്ട്, വരണവർ വണ്ടി നമ്മൾ ആരാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നവർ അവരുടെ പേരുള്ള വണ്ടി ആയിരിക്കണം. അതൊന്ന്. ഓക്കെ. പിന്നെ 6 മാസം വാലിഡിറ്റി ഉണ്ടായിരിക്കണം, എക്സ്പയർ ഡേറ്റ് വാലിഡിറ്റി ഉണ്ടായിരിക്കണം പാസ്പോർട്ടും എമിറേറ്റ്സ് ഐ ഡി. വേറെ പ്രത്യേകിച്ച് ചിലവൊന്നും ഇവിടെ ഇല്ല, അതിൻ്റെ ഉള്ളൂ. പിന്നെ വണ്ടി പാസിംഗ് വണ്ടി ആയിരിക്കണം, സ്വന്തം വണ്ടി ആയിരിക്കണം. രണ്ടക്കാർ അലവടില്ല. ഇൻഷുറൻസിന് 3 ദിവസത്തേക്ക് 10 ഒമാൻ റിയാൽ, 10 ഒമാൻ റിയാൽ ഏകദേശം 100 ദർഹത്തിനൊക്കെ വരും. ആ, ഓക്കെ. അങ്ങനെ ഞങ്ങൾ ബോർഡർ ക്രോസായിട്ട് ഇറങ്ങി പോകുമ്പോൾ കാണുന്ന ഒരു കടലിന്റെ പാറ കേട്ടോ. നല്ല രസം കൊടുത്ത് കാണാൻ. നമ്മൾ പോണതിന് ഇവിടുന്ന് കസബിലേക്കാണ്. മൂസാണ്ടം ബോർഡറിൽ നിന്ന് കസബയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ തൊട്ട് സൈഡിലത്തെ കാഴ്ചകളാണ് കാണുന്നത്. നമ്മുടെ ഇടത്തെ സൈഡിൽ കടലാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഈ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണുന്നത് നേരത്തെ പോലെ തന്നെ മലകളാണ്. നമ്മളിവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ 24 കിലോമീറ്റർ ഉണ്ട് മൂസാണ്ടത്തിൽ നിന്ന് നമുക്ക് കസബയിൽ എത്താനായിട്ട്. അവിടെ സൈൻ ബോർഡിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കൽബ 24 കിലോമീറ്റർ എന്നുണ്ട്. ഇവിടെ ഒരു കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. അതെ, നമ്മൾ വണ്ടി കയറിക്കൊണ്ടിരിക്കുക. സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള മലകളാണ്, കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്ന് മാത്രമല്ല, നമ്മൾ ഇത്ര നാള് പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു സൈഡിൽ കടലും ഇതുവരെ ഈ കയറ്റവും ഈ മലകളുള്ള ആദ്യമായിട്ടാണ് അല്ലേ? റാസൽ ഖൈമയിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഇത്ര അധികം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. റാസൽ ഖൈമ കഴിഞ്ഞ് നമ്മൾ പോകുന്നു. ഇപ്പോൾ ഒമാനാണ് മൂസാണ്ടം എന്നിട്ട് കസബ്. അപ്പൊ ഇതേപോലെ നമ്മൾ അവിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് നല്ലൊരു ഹൈ റേഞ്ചാണ്, നല്ല കയറ്റാണ്. കണ്ടില്ലേ, നല്ലൊരു എയർപിന്നാണത്. ഈ വലിയ മലകൾ കമ്പ്യൂട്ടർ വെട്ടി തുറന്നിട്ടൊക്കെ റോഡാണിത്. ഞാൻ പണ്ട് 2005 ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പൊ ട്രക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ മുകളിലേക്ക് കയറി കൊണ്ടിരിക്കുകയാണ്. കയറ്റട്ടാ, എയർപിന്നാണത്. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ എത്തി. സ്ഥലത്തിൻ്റെ പേര് ഇത് കസബ്. നമ്മൾ മുസാണ്ടം ബോർഡർ ക്രോസ് ചെയ്ത് അവിടുന്ന് 35 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഞങ്ങളൊരു ഇതേപോലത്തുള്ള ഈ ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്. ഇതിൻ്റെ കടലിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി കാണിക്കാം. ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എത്ര ദൂരം എന്നറിയില്ല, എൻ്റെ പ്രൈസൊന്നും അറിയില്ല. അത് വണ്ടി പാർക്കിംഗ് കിട്ടിയിട്ടില്ല. കിട്ടിയതിന് ശേഷം വേണം ചെന്ന് ചോദിച്ചിട്ട് എത്ര മണി തൊട്ട് എത്ര മണിയാണെന്ന് അറിയില്ല, അതൊക്കെ അറിയണം. എന്തായാലും ഞാൻ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങൾ കസബിലെത്തി കേട്ടോ. കസബിലെത്തി പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം മറ്റേ ദുബായിൽ നിന്ന് ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. കണ്ടോ, ദുബായ് വണ്ടികൾ അധികം കൂടെ കിടക്കുന്നത്. വീക്കെൻഡ് 4 days ഓഫ് അല്ലേ. ഞങ്ങളുടെ അടുത്ത് കാണുന്നത് വലിയൊരു മലയാണ്. തൊട്ടപ്പുറത്താണ് കടലുള്ളത്. ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയില്ല, ബോട്ടിങ് ടൈം കഴിഞ്ഞു. 2 നേരമുള്ളൂ, രാവിലെ 10 മണി പിന്നെ 1 മണി. അപ്പോൾ നാളെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ 10 മണിക്ക്. അത് ഹാഫ് ഡേ. 10 മണിക്ക് പോയാൽ 3 മണിക്ക് തിരിച്ചു വരും. അതിൽ ഇൻക്ലൂഡിങ് ലഞ്ച് ഉണ്ടാവും.
അപ്പൊ ഇന്ന് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യും. ടെന്റൊക്കെ കൊടുക്കുന്നുണ്ട്. ടെന്റ് കെട്ടാനുള്ള സ്ഥലം കിട്ടുകയാണെങ്കിൽ ടെന്റ് കിട്ടും, അതിൽ ഹാൾട്ട് ചെയ്യും. അധികം ദുബായ് വണ്ടികളാണ്. സ്ഥലത്തിന്റെ പേര് കസബട്ടാ. നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് നേരത്തെ പറഞ്ഞു 35 കിലോമീറ്റർ ഉണ്ട്. എന്ത് പറയണു? ഒമാനിലേക്ക് ഫസ്റ്റ് അല്ലേ വരുന്നത്? ഒമാനിൽ ഞങ്ങള് ഫസ്റ്റ് ട്രിപ്പാണ്. ഞങ്ങളല്ലേ രേഖ പക്ഷെ പലപ്പോഴും ഒരുപാട് ഈ സ്ഥലത്ത് കസബില് പണ്ട് ഞാൻ 2005 വന്നിട്ട് വന്ന സമയത്ത് പക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒമാൻ മൂസാണ്ടം. അപ്പൊ നമ്മള് ഇവിടെ നാളേക്കാണ് ബോട്ട് സർവീസിന് ബുക്ക് ചെയ്തേക്കുന്നത്. നാളെ 9:30 ആകുമ്പോഴേക്കും നമ്മളിവിടെ എത്തി ബോട്ടിങ് കഴിഞ്ഞ് നാളെ തിരിച്ചു, രാത്രി തന്നെ തിരിച്ചു. അപ്പൊ ഞങ്ങൾ ഇന്ന് കുറച്ച് ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ കാണാൻ ബീച്ചിന്റെ ഭാഗത്തേക്ക് പോകും. ഞങ്ങളിപ്പോ ഇവിടെ കസബില് മാസ എന്ന് പറഞ്ഞ ബീച്ചിന്റെ അവിടെ കേട്ടോ. ഇത് ഓപ്പൺ ബീച്ചാണ്. ഇവിടെ നമുക്ക് ടെന്റൊക്കെ അടിക്കാം. ഒരുപാട് ഫാമിലി ടെന്റ് അടിച്ചിരിക്കുന്നതാണ്. ഞങ്ങളും ടെന്റ് അടിക്കുന്ന പരിപാടിയാണ് ഇവിടെ. ഇവിടെ ടെന്റ് അടിച്ച് കിടക്കുന്ന പരിപാടിയാണ്. നോക്കട്ടെ, ടെന്റ് അതിനൊരു സുഖം വേറല്ലേ. ഉണ്ടല്ലേ ബാക്ക് മലകളാണ്. പറഞ്ഞ ആദ്യമായിട്ട് പറഞ്ഞല്ലേ പാട്ടിക്ക് കേട്ടില്ല. നോക്കിയേ, ആ ദൂരെ കിടക്കുന്ന ബോട്ടുകളൊക്കെ ഇത് വഴി യാത്രക്കാരെ കൊണ്ട് പോകണ്ട. വൺ ഡേ സ്റ്റേ അങ്ങനെയൊക്കെ ഫുൾ വൺ ഡേ സ്റ്റേ. അങ്ങനെ പിന്നെ അപ്പ് ഡേ, പിന്നെ 5 ഒമാൻ റിയാലിന്റെ പാക്കേജ്, അങ്ങനെ പല പാക്കേജും ഉള്ള. അത് ഇയാള് മീൻ പിടിക്കാണ്. ആ മുൻപിൽ കണ്ടില്ലേ, ഇവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്യാം. നമുക്ക് ചെയ്യാനുണ്ട്. എനിക്ക് ചെയ്യാൻ ഞാൻ എന്താ റെന്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. തോന്നുന്നു അങ്ങനെ ആയിരിക്കും. നല്ല ഒരു സ്ഥലത്ത് നല്ല വൈബാണ് ഇവിടെ. കണ്ടില്ലേ, നല്ല രസമുണ്ട് ഇവിടെ. എന്താണ് പോയിട്ട് ചെരുപ്പ് കൂടിയല്ല. നമുക്ക് ഇവിടെ ആൾക്കാർ ടെന്റൊക്കെ അടിച്ച് കണ്ടില്ലേ. നമുക്ക് ഇമാതിരി ടെന്റ് അടിച്ച് ലൈറ്റ് ഒക്കെ വേണ്ടിയില്ല. കുറച്ച് കല്ലൊക്കെ ഏറ്റിട്ട് വരും. അപ്പൊ നമ്മളിന്ന് അപ്പൊ നമ്മള് ഒരു കാര്യം വിട്ടുപോയി, ലൈറ്റ് ഒക്കെ വാങ്ങിച്ചാൽ വിട്ടുപോയി. ടെന്റിന് ലൈറ്റ് വേണ്ട, അപ്പൊ അത് വിട്ടുപോയി. കുറച്ച് നാളെ നമ്മളിവിടെ കസബ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അതെ, അങ്ങനെ കസബിലേക്ക് വന്നു. മുസാണ്ടം കസബ് ഞങ്ങൾ നാളെ പറ്റിങ്ങനെ പോയിട്ട് 1 മണി വരെ 1 മണി അടുത്ത അവര് നേരത്തെ പറഞ്ഞു. അതിൽ 5 കിട്ടും നമുക്ക്. അങ്ങനെ ഞങ്ങള് ഇവിടെ ടെന്റൊക്കെ അടിച്ചു കേട്ടോ. ഞങ്ങൾക്ക് വലിയൊരു കഥ പറയാനുണ്ട്. ഞങ്ങൾ ആദ്യം ഒരു ടെന്റൊക്കെ അടിച്ചു. അങ്ങനെ ടെന്റൊക്കെ അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ പോലീസ് വന്നു. ഇവിടെ അടിക്കാൻ പാടില്ല പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ഫണ്ട് വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ അറബികളുടെ. അല്ല കാറോന്ന് അറിഞ്ഞു. ഓപ്പൺ ബീച്ചാണ്, ടെന്റൊക്കെ അടിച്ച് ആൾക്കാർ കിടക്കാറുണ്ട്. അപ്പൊ ഇന്നും അലൗഡില്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് എല്ലാം കെട്ടി പോക്ക് പോയി. അതിനിടയിൽ കാറ്റത്തെല്ലാം പറഞ്ഞു ടെന്റ്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ റൂമിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് സീസൺ ആയതുകൊണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും വന്നു ഇവിടെ കാറിൽ കിടക്കാം, ഓപ്പൺ ബീച്ചിൽ കാറിൽ കിടക്കാം എന്നുള്ള പരിപാടിയില്. അപ്പൊ കുറെ കാറുകളുടെ ബാക്കിൽ ടെന്റുകളൊക്കെ ആൾക്കാർ അടിച്ച് കെട്ടി തുടങ്ങി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അതെല്ലാം ഭാര്യയുടെ മനസ്സിലൊന്ന് കുണിച്ചു ബുദ്ധിയാ. ആള് പറഞ്ഞൊരു കാര്യം ചെയ്യുമ്പോൾ കേട്ടാ, നമുക്ക് കാറിന്റെ സൈഡിൽ കാറിനകത്ത് ബാക്കിൽ ക്രോസ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് അതിന്റെ സൈഡിൽ ടെന്റടിക്കാൻ പറഞ്ഞു. കണ്ട ആരും നോക്കിയാൽ കാണില്ല. അപ്പോൾ അതിന്റെ സൈഡിലടിച്ചു. അപ്പോൾ ആളുടെ കുണിട്ട് ബുദ്ധിയിൽ നമുക്ക് സുഖമായിട്ട് തുറക്കാൻ പറ്റും. ആളോട് നിൽക്കുന്നുണ്ട്, തണുപ്പ് ഉറങ്ങിച്ച് കണ്ടില്ലേ. അതെ, അപ്പൊ അതെ ടെന്റൊക്കെ അടിപൊളി. ആദ്യത്തെ ടെന്റ് കെട്ടപ്പോ കാറ്റുകാരാണ് പറഞ്ഞു 4 കല്ല് വെച്ച് വെച്ചിട്ട് കാണില്ല കേട്ടാ. ഇതുപോലെ കല്ല് വെച്ച് കെട്ടിക്കയറില്ല 4 ഭാഗം സോണായി. അങ്ങനെ ബാക്ക് വശം ഭയങ്കര മലയാട്ടോ. കണ്ടില്ലേ, ഭയങ്കര മലയാ. ഈ സ്ഥലത്തിന്റെ പേര് കസബാണ് കേട്ടോ, കസബ്. അങ്ങനെ ടെന്റൊക്കെ നേരത്തെ അടിച്ചു പറഞ്ഞു. ഞങ്ങൾ കിടപ്പായി ഈ കുഞ്ഞെ കൂടാരത്തിന്റെ ഉള്ളില്. ഒരുപാട് ഫാമിലികൾ അപ്പുറത്ത് കേട്ടോ, പല രാജ്യക്കാർ. നമ്മളിപ്പോ ദുബായിലായ കാരണം നമുക്ക് ഇത്ര
സേഫ്റ്റിയിലൊക്കെ എടുക്കാൻ പറ്റണത് നമ്മുടെ നാട്ടിലിങ്ങനെ പണിയെടുത്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നല്ല സേഫ്റ്റി ആണ് എല്ലാം കൊണ്ടും. അപ്പോൾ ഞങ്ങൾക്കും ഒരു ആഗ്രഹം ഉണ്ടാവുന്നു ടെൻ്റ് അടിച്ചിട്ട് കിടക്കണം. കാരണം നമ്മൾ കാറിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല കിടക്കാനായിട്ട്. ഇതിപ്പോൾ നമുക്കൊരാൾക്ക് തന്നെ കിടക്കാന്നുള്ള നീളത്തിലുള്ള ടെൻ്റാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളെ. കാരണം വെച്ചാൽ ഇതിനുള്ളിൽ ലൈറ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ മൊബൈലിന്റെ ലൈറ്റോടാണ് കാണിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സീ യു ടുമോറോ മോർണിംഗ്. ഓക്കെ.